ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയുന്ന വാക്കുകളൊന്നാണ് ബിറ്റ്കോയിൻ. എന്താണ് ബിറ്റ്കോയിൻ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ കറൻസി, അതായത് ഇന്റർനെറ്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന, നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു ഗവൺമെന്റിനോ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്തിട്ട്, ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കോഡായിട്ട് നിങ്ങൾ കാണും, ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള, ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള കോയിൻ സത്യം പറയുമ്പോൾ ബിറ്റ്കോയിൻ. ഈ ബിറ്റ്കോയിൻ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതിന് കുറേ അധികം ചർച്ചകൾ നടക്കുന്നത്. ഒരു സ്യൂഡൻ നെയിം സതോഷി നക്കമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ആ ഒരു വ്യക്തി റിയൽ ആണോ എന്ന് പോലും ആർക്കും അറിയില്ല. ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരാളാണ് സതോഷി നക്കമോട്ടോ എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ബേസിക്കലി എന്ന് പറഞ്ഞിട്ട് ഞാൻ സതോഷി നക്കമോട്ടോ അല്ല, ഞാനല്ല ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലൈക്ക് വേറെ കുറെ കോൺസ്പിറസി ഒക്കെ ലൈക്ക് ഈ ഒരു ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മുടെ അമേരിക്കയുടെ CI, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏജൻസി യൂസ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി, അമേരിക്കയുടെ സീക്രട്ട് ഏജൻസി സ്റ്റാർട്ട് ചെയ്താണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അതേപോലെ ലൈക്ക് വേറൊരു കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ എലോൺ മസ്ക് ആണ് ബിറ്റ്കോയിന്റെ ബാക്കിൽ എന്നുള്ളത്. കാരണം എലോൺ മസ്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ക്യാഷ് ഉണ്ടാക്കി നമ്മുടെ എക്സ്പേ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ വെഞ്ചറിലായിരുന്നു. ആ ഒരു വെഞ്ചറിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഘട്ടം ഒരു ഇന്റർനെറ്റ് കറൻസി, ഒരു ഡിജിറ്റൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് 2008-2009 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ അത് ചെയ്യാൻ മാത്രം റിസോഴ്സും ഇന്റലിജൻസും ആ ഒരു ഗോൾ ഉണ്ടാകുന്ന വ്യക്തി എലോൺ മസ്ക് ആണ്. സോ അതുകൊണ്ട് എലോൺ മസ്ക് ആണ് ബിറ്റ്കോയിൻ ക്രിയേറ്റ്. അങ്ങനെ കുറെ അധികം കോൺസ്പിറസി തിയറീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അറിയില്ല. ഈ സതോഷി നക്കമോട്ടോ എന്ന് പറയുന്ന ആളുടെ വാലറ്റ് ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും, ഒരു 1 മില്യന്റെ അടുത്ത് ബിറ്റ്കോയിൻ ആ വാലറ്റിൽ കിടക്കുന്നുണ്ട്, ഇളകാതെ കിടക്കുക. അതായത് ലോകത്ത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും, പക്ഷേ ഫോബ്സിന്റെ ലിസ്റ്റ് പോലെ നമ്മളൊരു കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് 20 ഉള്ളിലുണ്ട് അതിന്റെ ക്രിയേറ്റർ. കാരണം അത്രയും വാല്യൂ ആയിട്ടുള്ള ബിറ്റ്കോയിൻ അയാളുടെ വാലറ്റിൽ കിടക്കുക. ഇത്രയധികം കോടികൾ ആസ്തി, ഇപ്പൊ ഏകദേശം 22 ബില്യൺ 23 ബില്യന്റെ ഡോളറിന്റെ അടുത്ത് വെർത്തുള്ള ബിറ്റ്കോയിൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അത്രയും വെർത്തുള്ള ബിറ്റ്കോയിൻ, അത്രയും വെൽത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോയിൻ. ഗവൺമെന്റ്സിന് ഈ ഒരു വ്യക്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയ കറൻസിയാണ്. അതേ ഡീസെൻട്രലൈസേഷനും ട്രാൻസ്പെറൻസിയും അതേപോലെ തന്നെ പബ്ലിക് എല്ലാം ഇതുകൊണ്ട് ഇതിൽ ഇതൊരു മണിയുടെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് എവല്യൂഷൻ പോലെ കണ്ടുപിടിച്ച സാധനമാണ്. ബിറ്റ്കോയിനെ പറ്റി എൻ്റെ A to Z കാര്യങ്ങൾ നമുക്കൊരു 10-15 മിനിറ്റ് വീഡിയോയിൽ കൊള്ളിക്കാൻ കഴിയില്ല. അത്യാവശ്യം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റഫാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ആക്ച്വലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹിസ്റ്ററിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ നമുക്കറിയാം 2008 വന്നു, പക്ഷേ 2009 ഫസ്റ്റ് റെക്കോർഡ് ഓഫ് ദ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ഏകദേശം ഒരു 5055 ബിറ്റ്കോയിൻ സംതിങ് ആയിട്ട് ഒരു $5 സംതിങ് സെൻഡ് ചെയ്തതാണ്. അതായത് ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 0.0009 സംതിങ് ആയിരുന്നു ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. ആ ഒരു ട്രാൻസാക്ഷൻ്റെ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഒരു 1000 റുപ്പീസിന് നമ്മൾ 1000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം $12 നമ്മൾ ഈ ഒരു 0.0009 ബിറ്റ്കോയിൻ പ്രൈസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് 12,121, അതായത് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $57,000 ഇന്നത്തെ ബിറ്റ്കോയിൻ മാർക്കറ്റ് പ്രൈസ് ആസ് ഓഫ് ലൈക്ക് July 8, 2024. അപ്പോൾ അതെന്ന് പറഞ്ഞ ശേഷം 69.3 മില്യൺ US$ അടുത്തുണ്ടാവും. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 578 കോടി രൂപ. നമ്മൾ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വേൾഡിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കൺട്രി, അതേപോലെ തന്നെ ഏതൊരു സ്ഥലത്തേക്ക് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ബിഗ് എമൗണ്ട് ഓഫ് മണി സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സംഖ്യ ഉണ്ടല്ലോ, അതായത് നമ്മുടെ 578 കോടി രൂപയുടെ ലൈക്ക് 12,121 ബിറ്റ്കോയിൻ. ഈ ഒരു ബിറ്റ്കോയിൻ നമ്മളിപ്പോൾ ബൈനാൻസ് സെല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളതിന് ഫീസ് മാത്രം എത്ര കൊടുക്കേണ്ടി വരുന്ന അറിയോ? ഓൾമോസ്റ്റ് $500,000. അതായത് ഏകദേശം 5 കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് വിറ്റിട്ട് നമുക്ക് US$ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓൾസോ കോസ്റ്റാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഇത് ജസ്റ്റ് മിയർലി 1% ആണ്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് 10-12% ഒക്കെയാണ് നമ്മുടെ ഓൺലൈൻ വഴി നമ്മൾ പല രാജ്യത്തേക്ക് അയക്കുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈക്ക് നമ്മൾ പോയിന്റ് നിന്ന് വിട്ടു പോകുന്നു. നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് 2009 പ്രൈസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2010 ആയ സമയത്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.39 ആയിരുന്നു. 0.39 പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഇപ്പോൾ ലൈക്ക് നമുക്ക് ഈ 1000 റുപ്പീസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അതായത് $12 വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 85 ബിറ്റ്കോയിൻ വാങ്ങാം. നിങ്ങൾ കാര്യം 2010 നമ്മുടെ ഫേമസ് ബിറ്റ്കോയിൻ പിസ്സ ഡേ നടന്നത്. ഒരു May 22 കോയിൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഫുഡായിട്ട് ലൈക്ക് നമ്മൾ കുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി ബൈ ചെയ്യാതെ നമുക്ക് നോർമൽ മണി പോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബിറ്റ്കോയിൻ വെച്ച് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളത് ലൈക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു സമയത്തിന് വന്ന ഫോറത്തിലിട്ടു. അതായത് എൻ്റെ അടുത്ത് 10,000 ബിറ്റ്കോയിൻ ഉണ്ട്, ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം, എനിക്ക് റിവാർഡായിട്ട് പിസ്സ എൻ്റെ വീട്ടിലേക്ക് തന്നാൽ മതി, നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അയച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഓർഡർ ചെയ്ത് തന്നാലും മതി. സോ അങ്ങനെയാണ് നമ്മുടെ ഫേമസ് പിസ്സ ഡേ നടന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം സെൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് 10,000 ബിറ്റ്കോയിനാണ്, ലൈക്ക് ഓൾമോസ്റ്റ് ഫോർ ലൈക്ക് $30 ഓഫ് പിസ്സയ്ക്ക് വേണ്ടിയിട്ട്. സോ ബേസിക്കലി വീണ്ടും നമ്മൾ പോയിന്റ് കിട്ടുന്നു. അപ്പോൾ 2010 പ്രൈസ് നമ്മൾ പറഞ്ഞു 0.39 ആയിരുന്നു ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നത്. ഇനി നമുക്ക് 2011 നോക്കാം. 2011 പറഞ്ഞാൽ ബിറ്റ്കോയിൻ ഹിസ്റ്ററി തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 നമ്മുടെ February 9 ആവുന്ന സമയത്ത് $1 ബിറ്റ്കോയിൻ ഹിറ്റ് ചെയ്തു. $1 ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്
ആരും എക്സ്പെക്ട് ചെയ്യാത്ത സാധനം. 2009 അതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 0.0009 ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞില്ല, ലൈക്ക് ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആയ സമയത്ത് $30 ഹിറ്റ് ചെയ്തു ബിറ്റ് കോയിൻ. പിന്നെ അത് ലൈക്ക് ഇയർ എൻഡ് ആവുന്ന സമയത്ത് കുറഞ്ഞ് ഓൾമോസ്റ്റ് ഒരു $5 അടുത്ത് എത്തി. അതാണ് നമ്മൾ 2011 ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഹിസ്റ്ററി. അതായത് 2012 ബിറ്റ് കോയിൻ്റെ നമ്മുടെ ഫസ്റ്റത്തെ ഹാൽവിങ് നടന്നത്. ആ ഒരു ഹാൽവിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലോക്ക് റിവാർഡായിട്ട് കൊടുത്തത് 50 ബിറ്റ് കോയിൻ ആയിരുന്നു. പക്ഷേ 2012 അത് 50 ബിറ്റ് കോയിൻ എന്നുള്ള നേരെ 25 ബിറ്റ് കോയിൻ ആയി. അപ്പോൾ ആ ഒരു സമയത്ത് 2012 പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 0.50, അതായത് $5 താഴത്തേക്ക് $0.50 വരെ എത്തി നമ്മുടെ ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ്. പിന്നെ ഹാൽവിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ലൈക്ക് ആ ഒരു ഇയർ എൻഡ് ആവുന്ന ടൈം ആയപ്പോഴേക്കും $13.50 എത്തി ഒരു ബിറ്റ് കോയിൻ. ഇപ്പോൾ 2013 ആൾസോ നമുക്കൊരു മൈൽ സ്റ്റോൺ. 2012 ബിറ്റ് കോയിൻ ആദ്യമായിട്ട് $1 അടിച്ചെന്ന് പറഞ്ഞു. പക്ഷേ 2013 എൻ്റെ ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ആദ്യമായിട്ട് $1 ബില്യൺ എന്നുള്ളത് അച്ചീവ് ചെയ്തത്. 2013 സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ 2012 അവസാനമായിട്ടുള്ള ഒരു $13.50 നടന്നു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഏപ്രിൽ ആയപ്പോഴേക്കും 2013 ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് $250 ആയി. കഴിഞ്ഞിട്ടില്ല, ഓൾമോസ്റ്റ് ഡിസംബർ ആകുമ്പോഴേക്കും ഈ $250 ഉണ്ടാകുന്ന സാധനം ഏകദേശം $1100 ആയി. അങ്ങനെ 2014 ലൈക്ക് നമ്മുടെ 13 അവസാനമാവുന്ന സമയത്ത് $1100 നടന്നു ബിറ്റ് കോയിൻ. അതിനുശേഷം നമ്മുടെ ചൈനീസ് ഗവൺമെൻറ് 2013 ലാസ്റ്റ് ആകുമ്പോൾ ബാന് കൊടുത്തു. അതിനുശേഷം നമ്മുടെ MT Gox ഉണ്ടായിരുന്ന 7,44,000 ബിറ്റ് കോയിൻ വിഡ്രോൾ ചെയ്യാൻ പറ്റും, അവരുടെ കളഞ്ഞു പോയി എന്ന് പറഞ്ഞ കുറച്ച് ന്യൂസുകൾ വന്നു. അങ്ങനെ $1100 നടന്ന ബിറ്റ് കോയിൻ പ്രൈസ് 2014 അവസാനമായപ്പോഴേക്കും കുറഞ്ഞ് വന്നിട്ട് $307 വരെ എത്തി. അതിനുശേഷം 2015 അടുത്ത പണി കിട്ടി. നമ്മുടെ ബിറ്റ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സ്ചേഞ്ച് നടന്നു. അതിൻ്റെ ഉള്ളിൽ ഏകദേശം 19,000 ബിറ്റ് കോയിൻ ഹാക്കായി പോയി. അപ്പോൾ അതുകൂടി കഴിഞ്ഞ സമയത്ത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് വീണ്ടും കുറഞ്ഞു $150 വരെ എത്തി. ഹിസ്റ്ററിയിൽ അവസാനമായിട്ട് ബിറ്റ് കോയിൻ $150. പിന്നെ ബിറ്റ് കോയിൻ ആ ഒരു പ്രൈസേ കണ്ടിട്ടില്ല. പിന്നെ അവിടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ബിറ്റ് കോയിന്. അങ്ങനെ 2015 അവസാനിക്കുന്ന സമയത്ത് ഒരു ബിറ്റ് കോയിൻ്റെ വില എന്ന് പറഞ്ഞാൽ $500 ആയിരുന്നു. പിന്നെ 2016 എത്തുന്ന സമയത്ത് $500 വീണ്ടും നമ്മുടെ ബിറ്റ് കോയിൻ $750 വരെ പോയി. പിന്നെ ചെറിയ പുൾ ബാക്ക് ഒന്ന് വീണ്ടും $500-600 റേഞ്ചിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് $1000 റേഞ്ചായിരുന്നു. അങ്ങനെ 2016 എൻഡ് ആവുന്ന സമയത്ത് വീണ്ടും $1100 മുകളിലാണ് ബിറ്റ് കോയിൻ ക്ലോസ് ചെയ്ത പ്രൈസ്. അപ്പോൾ 2017 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിറ്റ് കോയിൻ അടുത്ത വലിയ കുറച്ച് മൈൽ സ്റ്റോൺസ് നടന്ന വർഷമാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1100 നടന്ന ബിറ്റ് കോയിൻ 2017 $19,800, അതായത് $20,000 അടുത്ത് ഹിറ്റ് ചെയ്തു. ആ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, 2009 തുടങ്ങി 2017 ആയി. അപ്പോഴേക്കും 8 വർഷമായപ്പോഴേക്കും 0.0009 ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ $20,000 എത്തിയിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ചിക്കാഗോത്തെ എക്സ്ചേഞ്ചിൽ നമ്മുടെ ബിറ്റ് കോയിൻ്റെ പെർപച്വൽ ട്രേഡിംഗ്, അതായത് ഫ്യൂച്ചർ ട്രേഡിംഗ് ഓൾസോ 2017 സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്ത ദിവസം ബിറ്റ് കോയിൻ ഒരു 12% കൂടി അപ്പായി. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ആ ഒരു 2017 അവസാനമായിട്ട് ബിറ്റ് കോയിൻ $1000 എന്നുള്ള മൈൽ സ്റ്റോണിൻ്റെ ഹിറ്റ് ചെയ്ത്. 2018 ഹിസ്റ്ററി പറയാം. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ഒരു അസറ്റ് ഏതൊരു ടൈം എടുത്തു കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും ഒരു -70% ഒരു വാല്യൂ ഡൗൺ പോകാൻ ചാൻസ് ഉള്ള ഒരു അസറ്റാണ്. അതേപോലെ തന്നെ +10,000% പോകാൻ ചാൻസ് ഉള്ള ഒരു അസറ്റുമാണ്. ലൈക്ക് $20,000 എന്ന ഒരു മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്ത് 2017 2018 ആയ സമയത്ത് അത് പ്രൈസ് കുറഞ്ഞു. അങ്ങനെ പ്രൈസ് കുറഞ്ഞ് ബിയറിഷ് ആയിട്ട് നമ്മുടെ 2018 ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $3,122 ആയിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഇയർ ആയിരുന്നില്ല നമ്മുടെ ബിറ്റ് കോയിൻ 2018. പിന്നെ നമുക്ക് 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 സത്യം പറഞ്ഞാൽ ട്രേഡേഴ്സിന് അത്രയധികം ഇഷ്ടപ്പെട്ടൊരു മാർക്കറ്റായിരുന്നു. 2019 സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു $4,000 റേഞ്ചിലായിരുന്നു. അതിനുശേഷം നേരെ ഒരു 8,000 റേഞ്ച് വരെ പോകും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും ഒരു 4,000 5,000 വീണ്ടും ഒരു 7,000 സംതിങ്. അങ്ങനെ 2019 എൻഡ് ചെയ്യുന്ന സമയത്ത് $7,168 റേഞ്ചിലായിരുന്നു നമ്മുടെ ബിറ്റ് കോയിൻ എൻഡ് ചെയ്തത്. ഇനി നമുക്ക് 2020 ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻഡമിക് നടന്നു, അതായത് COVID-19 വന്ന് ലൈക്ക് അത് കാരണം കുറേയധികം മാർക്കറ്റ്സ് ഡൗൺ ആയി. അങ്ങനെ നമ്മുടെ ബിറ്റ് കോയിൻ 2020 വീണ്ടും $3,600-3,800 റേഞ്ചിലേക്ക് വന്നു. പക്ഷേ ബിറ്റ് കോയിനാണ് ഒറ്റയടിക്ക് തന്നെ ഏകദേശം ഒരു 6 ആഴ്ചത്തെ സ്പാനിൻ്റെ ഉള്ളിൽ $3,680 വീണ്ടും $10,000 റേഞ്ചിൽ. അപ്പോൾ നമ്മുടെ 2020 എൻഡ് ചെയ്തത് ഓൾമോസ്റ്റ് $29,000 പെർ ബിറ്റ് കോയിൻ എന്നുള്ള പ്രൈസിലായിരുന്നു. 2021 ആയ സമയത്ത് പിന്നെ ഇതൊരു റാലിയാണ്. 2021 ആയ സമയത്ത് നമ്മുടെ 29,000 2020 എൻഡ് ആയ സാധനം 35 45 55 $60,000 2021 ബിറ്റ് കോയിൻ ഹിറ്റ് ചെയ്തു. പിന്നെ 2021 എൻഡ് ആവുന്ന സമയത്ത് അത് വീണ്ടും ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് $41,000 $45,000 റേഞ്ചിലേക്ക് എത്തിയിട്ട് 2022 അതായത് 2 വർഷം മുന്നേ നമ്മുടെ ഈ 2021 45K വരെ പുൾ ബാക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം വീണ്ടും മാർക്കറ്റിലേക്ക് ഒരു ട്രേഡേഴ്സിന് വളരെയധികം സാറ്റിസ്ഫൈ ആയ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് 50K 60K പോകുന്നു, 60K ക്ലോസിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ നമ്മുടെ 2022 ഓൾമോസ്റ്റ് 20K 30K ഇടയിൽ 2-3 വട്ടം നമ്മുടെ ബിറ്റ് കോയിൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിറ്റ് കോയിൻ 2022 നവംബർ 8 നമ്മുടെ FTX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു എക്സ്ചേഞ്ച് ആയിരുന്നു. ലോകത്തെ 2ാമത്തെ 3ാമത്തെ വലിയൊരു പൊസിഷൻ എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പോൾ സാങ്ക്ബർട്ട് ഫ്രൈഡ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടർ ലൈക്ക് കുറേ അധികം ഇലിസിറ്റ് ആക്ടിവിറ്റീസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ.
നടന്ന കാരണം നമ്മുടെ BTCയിൽ ഒരു സഡൻ ക്രാഷ് സംഭവിച്ചിട്ട് ബിറ്റ് കോയിൻ ഓൾമോസ്റ്റ് $13,000 $14,000 വരെ പെട്ടെന്നൊന്ന് വന്നു. അപ്പോൾ തന്നെ തിരിച്ചേറി. ലൈക്ക് ലിറ്ററലി ഹവേഴ്സിൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു FTX ക്രാഷ് ഉണ്ടായ ശേഷം ബിറ്റ് കോയിൻ അത്യാവശ്യത്തിലധികം ആൾക്കാർ സ്പെക്കുലേറ്റും പ്രൈസും ഇതൊക്കെ പാടെ വന്നു. അങ്ങനെ 2023 സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് നമ്മൾ $16,000 അടുത്തായിരുന്നു. $16,500 അടുത്ത് വെച്ചാണ് നമ്മുടെ 2023 ബിറ്റ് കോയിൻ സ്റ്റാർട്ട് ചെയ്തത്. 2023 എൻ്റെ ആയപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് അതിൻ്റെ 3x പോയി. $42,000 $45,000 നമ്മുടെ ബിറ്റ് കോയിൻ 2023 ക്ലോസ് ചെയ്തത്. ഇപ്പോൾ 2024 നമ്മുടെ ബിറ്റ് കോയിൻ 69 കഴിഞ്ഞു, 70 കഴിഞ്ഞു, $74,000 വരെ പോയി. ഇപ്പോൾ വീണ്ടും റിട്രേസ് അടിച്ച് ലൈക്ക് ഇപ്പോൾ ജർമ്മൻ ഗവൺമെൻറ്റും അതേപോലെ തന്നെ MT Gox വീണ്ടും തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നതിൻ്റെയൊക്കെ പാടെ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് സഡൻ ആയിട്ട് 25% ഡൗൺ ആയി. $55,000 ഒരു $58,000 ഇടയിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് 2035 ആവുന്ന സമയത്ത് ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് മിനിമം 1 CR ആവും. അതിലേക്ക് നമുക്ക് ഈ ഒരു ഡാറ്റ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രൈസ് ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കി തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ 2009 നിങ്ങൾ പ്രൈസ് ഒന്ന് ആലോചിച്ച് നോക്ക്, 0.0009 ആണ്. ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $57,000 ആണ്. അതായത് ഏകദേശം 55 ലക്ഷം രൂപയിലേക്ക് എത്തി. 2010 നമ്മുടെ ആ ബിറ്റ് കോയിൻ പിസാഡേനെ പറ്റി ഞാൻ പറഞ്ഞ സമയത്ത് ഒരു ബിറ്റ് കോയിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 രൂപയാണ്. ഇന്ന് ആ ഒരു ബിറ്റ് കോയിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ലക്ഷം 60 ലക്ഷം രൂപയാണ്. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ വെറും 21 മില്യൺ മാത്രമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് പെർ കോയിൻ മിനിമം 1 CR എത്തിയിട്ടുണ്ടാവും ഇന്ത്യൻ റുപ്പിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതി നമുക്ക് ഇനി ലൈക്ക് ബിറ്റ് കോയിൻ്റെ മൈനിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റി പറയാനോ ലൈക്ക് എങ്ങനെയാണ് മൈനിങ് വർക്ക് ചെയ്യുന്നത്, ഇനി ഇതിൻ്റെ കുറേ ഹിസ്റ്ററീസും കുറേ കോൺസ്പിറസിയും കുറേ റാബിറ്റ് ഹോൾസൊക്കെ നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ അപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.